ആശുപത്രിയിൽ പോകേണ്ട, ക്യൂ നിൽക്കേണ്ട, വെറും 20 മിനിറ്റിൽ കാഴ്ച പരിശോധന സർട്ടിഫിക്കറ്റ് വാട്സപ്പിൽ കിട്ടും. ഈ പരസ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ. എന്നാൽ അതിലും ഒരു പണി ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലെ പരസ്യങ്ങളിൽ വീണ ഓൺലൈൻ വഴി കണ്ണ് പരിശോധനാ സർട്ടിഫിക്കറ്റുകളുമായി ലേണേഴ്സ് പരീക്ഷയ്ക്കെത്തിയ അപേക്ഷകർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ മുട്ടൻ പണിയാണ് കിട്ടിയത്. എറണാകുളം RT ഓഫീസിൽ ലേണേഴ്സ് ടെസ്റ്റിനായി എത്തിയ യുവാക്കൾ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളിൽ സംശയം തോന്നിയ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ നടത്തിയൊരു പരിശോധനയിലാണ് തട്ടിപ്പിന്റെ ചുരുളഴിയുന്നത്. ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിൽ ഡോക്ടർ ഓൺലൈനായി പരിശോധിച്ച് വാട്സപ്പിൽ അയച്ചു തന്നതാണ് എന്നതായിരുന്നു മറുപടി. തുടർന്ന് ഇത്തരത്തിലുള്ള ഓൺലൈൻ മെഡിക്കൽ പരിശോധനകൾക്ക് നിയമസാധുതയുണ്ടോ എന്നും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകൃത ലൈസൻസ് ഉണ്ടോ എന്നും വ്യക്തമാക്കാൻ MVD ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് കത്തയച്ചു. ഇതൊരു സംഘടിത തട്ടിപ്പാണെന്നാണ് IMA മറുപടിയോടെ വ്യക്തമാക്കിയത്. തട്ടിപ്പ് വെബ്സൈറ്റുകളിൽ കയറി 900 രൂപ മുതൽ 1500 രൂപ വരെ ഫീസ് അടയ്ക്കുന്നതോടെയാണ് പ്രക്രിയ തുടങ്ങുന്നത്. ലഭിക്കുന്ന ഗൂഗിൾ മീറ്റ് ലിങ്ക് വഴി ഫോൺ ക്യാമറയ്ക്ക് മുന്നിൽ മിനിറ്റുകൾ മാത്രം നീളുന്ന ഒരു കാഴ്ച പരിശോധന നാടകം. തൊട്ടു പിന്നാലെ ഡോക്ടറുടെ വ്യാജൊപ്പും സീലും അടിച്ച സർട്ടിഫിക്കറ്റ് വാട്സപ്പിൽ എത്തിക്കഴിഞ്ഞു. കണ്ണിന്റെ ദൂരക്കാഴ്ച, കളർ വിഷൻ തുടങ്ങിയ സങ്കീർണമായ നേത്ര പരിശോധനകൾ നേരിട്ട് ചെയ്യണം. ചെറുതും വലുതുമായ അക്ഷരങ്ങൾ വായിപ്പിച്ചും മറ്റ് വിദഗ്ധ പരിശോധനകൾ പൂർത്തിയാക്കിയും മാത്രമേ സർട്ടിഫിക്കറ്റ് നൽകാൻ അംഗീകൃത ഡോക്ടർമാർക്ക് അധികാരമുള്ളൂ. അംഗീകൃത ഹോസ്പിറ്റലുകളിൽ നേരിട്ട് പോയാൽ 350 രൂപയിൽ താഴെ ചിലവിൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിനാണ് ഓൺലൈൻ തട്ടിപ്പുകാർ 900 മുതൽ 1500 രൂപ വരെ ഫീസ് ഈടാക്കുന്നത്. ഓൺലൈൻ വഴി നേരിടുന്ന ഇത്തരം സർട്ടിഫിക്കറ്റുകൾ ഒരു കാരണവശാലും ഡ്രൈവിംഗ് ലൈസൻസിനായും സ്വീകരിക്കില്ലെന്നാണ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതേസമയം ലൈസൻസ് നേരത്തെ പുതുക്കുന്നവർക്കും പുതുക്കാൻ മറന്നുപോയവർക്കും ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. പ്രധാനപ്പെട്ട 2 മോട്ടോർ വാഹന ഭേദഗതികൾ ഓഗസ്റ്റ് 15 മുതൽ നിലവിൽ വരികയാണ്. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നവർക്ക് അനുകൂലമായ മാറ്റങ്ങൾ തന്നെയാണ് പുതുതായി നടപ്പിലാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ജൻ വിശ്വാസ് ആക്ടിലെ ഭാഗമായാണ് ഈ പുതിയ നടപടി. ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി കഴിഞ്ഞിട്ടും പുതുക്കാൻ മറന്നുപോയവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. മുമ്പുണ്ടായിരുന്നതും 2019 നിയമ ഭേദഗതിയിൽ ഒഴിവാക്കിയതുമായ ഗ്രേസ് പീരീഡ് പുനഃസ്ഥാപിക്കുകയാണ്. അതുതന്നെയാണ് സാധാരണ ഡ്രൈവർമാർക്ക് ഏറെ ആശ്വാസം പകരുന്ന വാർത്ത. ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞാലും 30 ദിവസത്തേക്ക് കൂടി അതിന് സാധ്യതയുണ്ടായിരിക്കും. ഈ സമയത്തിനുള്ളിൽ പിഴയോ മറ്റ് നിയമ നടപടികളോ ഇല്ലാതെ ഡ്രൈവർമാർക്ക് ലൈസൻസ് പുതുക്കാനും സാധിക്കും. 1988 മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി കഴിഞ്ഞാൽ 30 ദിവസം ഗ്രേസ് പീരീഡ് എന്ന സംവിധാനമുണ്ടായിരുന്നു. പിന്നീട് 2019 ഭേദഗതിയോടെ ആ ഗ്രേസ് പീരീഡ് എടുത്തു കളഞ്ഞു. തന്മൂലം ലൈസൻസ് കാലാവധി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ലൈസൻസിന് സാധ്യതയില്ലാതിരുന്നത് മുൻകൂട്ടി പുതുക്കാൻ മറന്നുപോയ പലരെയും ബുദ്ധിമുട്ടിലാഴ്ത്തിയിരുന്നു. എന്നാൽ ഈ ഓഗസ്റ്റ് 15 മുതൽ വരുന്ന പുതിയ ഭേദഗതി പ്രകാരം 1988 ആ ഗ്രേസ് പീരീഡ് സംവിധാനം തിരിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി തീർന്നാലും 30 ദിവസം വരെ ലൈസൻസിന് വാലിഡിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. ലൈസൻസ് പുതുക്കാൻ മറക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇത് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ലൈസൻസ് കാലാവധി തീരുന്നതിന് 1 വർഷം മുമ്പ് വരെ ഫീസ് അടച്ച് പുതുക്കാനാകും. എങ്കിലും പുതുക്കിയ തീയതി മുതലാണ് പ്രാബല്യത്തിൽ വരുന്നതെന്നതിനാൽ മുൻകൂട്ടി പുതുക്കുന്നവർക്ക് അത്രയും കാലയളവ് നഷ്ടമാകുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. ഇത് ഒഴിവാക്കുന്നതിന് ലൈസൻസ് കാലാവധി തീരുന്ന തീയതി മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ഓഗസ്റ്റ് 15 മുതൽ ഇത് നടപ്പിലാക്കും. ഇത് മുൻകൂട്ടി ലൈസൻസ് പുതുക്കുന്നവർക്ക് പ്രോത്സാഹനമാകും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.